ഇടതും വലതും മദ്യത്തിന്റെ കാര്യത്തിൽ വരുമാനത്തിന്റെ പക്ഷത്താണ്. എങ്ങനെ മദ്യത്തിലൂടെ വരുമാനം ഉണ്ടാക്കാം എന്ന ഗവേഷണമാണ് ഇടതുപക്ഷം 10 വർഷം നടത്തിക്കൊണ്ടിരുന്നത്. അതിന് ഏതെല്ലാം തരം മദ്യം ഇറക്കണം, അത് ഏതെല്ലാം വിഭാഗം ജനങ്ങളെ ക്യാൻവാസ് ചെയ്യണം, എവിടെയെല്ലാം മദ്യഷാപ്പ് തുറക്കണം എന്നതായിരുന്നു അവരുടെ പഠന വിഷയം. ഇപ്പോൾ മദ്യത്തിന്റെ കാര്യത്തിൽ വി ഡി സതീശൻ ഗവൺമെന്റും ജനപക്ഷത്തു നിന്നും മാറി പണപക്ഷത്തേക്ക് സഞ്ചരിക്കുന്നതായാണ് പുതിയ ബജറ്റ് വ്യക്തമാക്കുന്നത്. വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി ഇളവ് നൽകുന്നതിലൂടെ വി ഡി സതീശന്റെ ഗവൺമെന്റ് എന്താണ് ഉദ്ദേശിക്കുന്നത്? എല്ലാവരെയും മദ്യത്തിന്റെ ഉപഭോഗത്തിലേക്ക് എത്തിക്കുക എന്നതാണ്. മദ്യത്തിലേക്ക് പുതിയ തലമുറയെ കൂടുതൽ അടുപ്പിക്കുകയാണ് ലക്ഷ്യം. UDF എക്കാലത്തെയും പ്രഖ്യാപിത ലക്ഷ്യത്തിൽ നിന്നും അകന്നു പോകുന്നതാണ് സതീശന്റെ പുതിയ മദ്യനയം. മദ്യത്തിന്റെ ഉപഭോഗം ഗണ്യമായി കുറച്ചു കൊണ്ടുവരിക എന്നതായിരുന്നു കഴിഞ്ഞകാല UDF ഗവൺമെന്റിന്റെ ലക്ഷ്യമെങ്കിൽ വി ഡി സതീശന്റെ നേതൃത്വത്തിലുള്ള പുതിയ ഗവൺമെന്റ് ഇടതുപക്ഷത്തിന്റെ പാത പിന്തുടരുകയാണ് ചെയ്യുന്നത്. ഇവിടെ മുസ്ലിം ലീഗ് കാര്യമായി പ്രതികരണം നടത്തിയതായി കണ്ടില്ല. മുസ്ലിം സമുദായത്തെ പ്രതിനിധീകരിക്കുന്ന പാർട്ടി എന്ന നിലയ്ക്ക് ആദർശം വാക്കുകളിൽ മാത്രം ഒതുക്കുന്നതായാണ് കാണുന്നത്. അതേസമയം ഭരണപക്ഷത്തിൽ നിന്നും VM സുധീറിനെ പോലെയുള്ള നേതാക്കൾ ശക്തമായ വിയോജിപ്പ് പ്രകടിപ്പിച്ചതായും കാണുന്നു. വീര്യം കുറഞ്ഞാലും വീര്യം കൂടിയാലും മദ്യം തന്നെയാണ്. വീര്യം കുറഞ്ഞത് കഴിക്കുന്നവർ തന്നെയാണ് പിന്നീട് വീര്യം കൂടിയത് തേടിപ്പോകുന്നത്. ഒരു ഭാഗത്ത് മയക്കുമരുന്നിനോട് സന്ധിയില്ലാ സമരം പ്രഖ്യാപിക്കുന്ന ഗവൺമെന്റ് മദ്യത്തെ നിത്യോപയോഗ സാധനങ്ങളുടെ പട്ടികകളിൽപ്പെടുത്തി സാർവത്രികമാക്കാൻ ശ്രമിക്കുന്ന പോലെയാണ് ഇപ്പോൾ. മുൻ സർക്കാരിന്റെ കാലത്ത് ബിയർ ഒഴികെയുള്ള സ്പിരിറ്റ് അടിസ്ഥാനമാക്കി നിർമ്മിക്കുന്ന 5% മുതൽ 10% വരെ വീര്യമുള്ള മദ്യങ്ങളുടെ നികുതിയാണ് 251% നിന്ന് 120% ബജറ്റിൽ കുറിച്ചിരിക്കുന്നത്. അതായത് ജനങ്ങൾ യഥേഷ്ടം മദ്യം കഴിക്കട്ടെ എന്ന്. മദ്യനിർമ്മാണ കമ്പനികളും മദ്യലോബികളും കേരളത്തിലേക്ക് കുത്തിയൊഴുകി വരട്ടെ എന്ന്. ഇപ്പോൾ ഗവൺമെന്റ് പദ്ധതിയിടുന്നത് ഇന്നത്തെ തലമുറയെ പൂർണ്ണമായും മദ്യത്തിലേക്ക് വലിച്ചു കൊണ്ടുവരിക എന്ന ലജ്ജാകരമായ പ്രവൃത്തിയാണ്. ലഹരികളുടെ ലോകത്ത് എങ്ങനെ അഭിരമിക്കാമെന്നതിന് കുറുക്ക് വഴികൾ തേടുന്ന പുതിയ തലമുറയ്ക്ക് മുന്നിലേക്കാണ് വില കുറച്ച് മദ്യ ലഭ്യത കൂട്ടിക്കൊണ്ടുവരാൻ മദ്യ വ്യവസായികളെ പ്രചോദിപ്പിക്കുന്നത്. പ്രജാതൽപരരായ ഒരു ഗവൺമെന്റ് ജനങ്ങളെ മദ്യത്തിനും മദിരാക്ഷിക്കും ചൂതാട്ടത്തിനും വിധേയരാക്കി അതിൽ നിന്നും വരുമാനമുണ്ടാക്കിയവരെ തീറ്റിപ്പോറ്റുന്നു എന്ന് അവകാശപ്പെടുന്നവരായിരിക്കില്ല. മദ്യം നൽകി കുടുംബത്തിലും സമൂഹത്തിലും കലാപമുണ്ടാക്കുന്ന ഒരു സമൂഹത്തെ വളർത്തിയെടുക്കാൻ ഗവൺമെന്റ് മുൻകൈയെടുക്കുന്നു എന്നത് തന്നെ ആ ഗവൺമെന്റിന്റെ ഏറ്റവും വലിയ പരാജയമാണ്. മദ്യം വിറ്റ് ഖജനാവ് നിറക്കാൻ പദ്ധതിയിടുന്ന അതേ ഗവൺമെന്റ് തന്നെ പറയുന്നു മദ്യത്തിനെതിരെ ജനങ്ങളെ ബോധവൽക്കരിക്കുന്നതിന് വേണ്ടിയും ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് പണം കണ്ടെത്തുന്നതിനായും ഓരോ മദ്യക്കുപ്പിയുടെ മേലും 1 രൂപ സെസ് ഏർപ്പെടുത്തുമെന്ന്. ഇങ്ങനെ കിട്ടുന്ന പണം കൊണ്ട് സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി എക്സൈസ് സോണുകൾ ഉണ്ടാക്കുകയും അതിന്റെ കീഴിൽ പുനരധിവാസ കേന്ദ്രങ്ങൾ അഥവാ റീഹാബിലിറ്റേഷൻ സെന്ററുകൾ തുടങ്ങുമെന്നും നിലവിലുള്ള ലഹരി വിമോചന കേന്ദ്രങ്ങൾ വിപുലീകരിക്കുമെന്നും പറയുന്നു. എന്തൊരു വിരോധാഭാസമാണ്! ആദ്യം സ്വന്തം ജനതയെ മദ്യം നൽകി ഭ്രാന്തരാക്കുക, അവരെ കുടുംബത്തിനും സമൂഹത്തിനും വേണ്ടാത്തവരാക്കി മാറ്റാൻ മദ്യം യഥേഷ്ടം നൽകുക, എന്നിട്ട് അവരിൽ നിന്നും വാങ്ങുന്ന പണത്തിന്റെ ഒരു ശതമാനം അവരെ പുനരധിവസിപ്പിക്കുന്നതിനും ബോധവൽക്കരിക്കുന്നതിനും ചെലവാക്കുക. ഇവർക്കെന്താണ് ഭ്രാന്താണ്? നാരായണത്ത് ഭ്രാന്തൻ ഇവരെക്കാൾ എത്രയോ മെച്ചമായിരുന്നു. സ്വബോധമില്ലാത്ത ഒരു ജനതയെ വാർത്തെടുത്തിട്ട് ആ ബോധമില്ലാത്ത ജനതയുടെ മദ്യത്തിന്റെ ദോഷവശങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുക, അവരുണ്ടാക്കുന്ന സാമൂഹ്യ വിപത്തുകൾക്ക് സമാധാനമുണ്ടാക്കാൻ ശ്രമിക്കുക. അതിനും നല്ലത് ഒരു ജനതയെ ശാരീരികവും മാനസികവും സാംസ്കാരികവുമായി ഇല്ലാതാക്കുന്ന മദ്യം എന്ന വിഷത്തെ ഘട്ടം ഘട്ടമായി ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നതല്ലേ? അതായിരുന്നില്ലേ UDFന്റെ മുൻകാല ചരിത്രം? ഒരു ജനതയെ നിശേഷം അബോധാവസ്ഥയിലാക്കിയതിനു ശേഷം അവരെ ബോധവാന്മാരാക്കാൻ ശ്രമിച്ചാൽ എത്ര ശതമാനം ജനങ്ങളെ തിരിച്ചു കൊണ്ടുവരാൻ കഴിയും? ഏതായാലും വി ഡി സതീശൻ എന്ന ദിശനാശാലിയായ ദീർഘവീക്ഷണമുള്ള ഒരു ഭരണാധികാരിയിൽ നിന്നും ഇത്തരത്തിലൊരു സമീപനം ജനങ്ങൾ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നതല്ല. ഈ സ്കൂൾ തലം മുതലുള്ള പുതിയ തലമുറ മദ്യത്തിനടിമകളായി നാവ് കുഴഞ്ഞ് പരിസരബോധമില്ലാതെ തോക്കിറമ്പുകളിലും തെങ്ങിൻ തോപ്പുകളിലും പൊളിഞ്ഞു കിടക്കുന്നതും ഒഴിഞ്ഞു കിടക്കുന്നതുമായ കടത്തണ്ണകളിലും മറ്റും ലക്ഷ്യബോധമില്ലാതെ കിടക്കുന്ന കാഴ്ച സമൂഹത്തെയും ഭരണകേന്ദ്രങ്ങളെയും ഇരുത്തി ചിന്തിപ്പിക്കുന്നില്ല എന്നത് വളരെ വളരെ നിരാശപ്പെടുത്തുന്ന ഒന്നാണ്. ആ ചിന്താശൂന്യത തന്നെയാണ് കേരള ഗവൺമെന്റിന്റെ വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ നികുതി ഇളവ് എന്ന പദ്ധതി നമ്മോട് പറയുന്നത്. ഇനി ഈ നിലപാടുകളെ വിമർശിക്കുന്ന ഇടതുപക്ഷം അവരുടെ ഭരണകാലത്ത് കാട്ടിക്കൂട്ടിയത് രാജ്യത്ത് മദ്യപ്പുഴകൾ ഉണ്ടാക്കാനാണ്.
ഒരു ഗവൺമെന്റ് മറ്റൊരു ഗവൺമെന്റിന്റെ തുടർച്ചയാണെന്ന് വി ഡി സതീശൻ പറഞ്ഞതിന്റെ ആകെപ്പൊരുൾ ഇപ്പോഴാണ് ജനങ്ങൾ തിരിച്ചറിയുന്നത്. ഒരു പുതിയ ഗവൺമെന്റിനെ ജനം തിരഞ്ഞെടുക്കുന്നത് പോയ ഭരണത്തിലെ കെട്ടതും നല്ലതും ഒരുപോലെ പിന്തുടരുന്നതിനല്ല, മറിച്ച് ജനോപകാരപ്രദമായ പദ്ധതികളെ കൂടെ കൂട്ടിയും ജനദ്രോഹ നടപടികളെ തഴഞ്ഞും പുതിയ കർമ്മപദ്ധതിയിലൂടെ രാജ്യത്തെ ജനങ്ങൾക്ക് കൂട്ടായി നല്ല ഭരണം കാഴ്ചവെക്കുന്നതിനാണ്. വീര്യം കുറഞ്ഞ മദ്യം ഹറാമല്ലെന്നും വീര്യം കൂടിയ മദ്യം മാത്രമാണ് ഹറാമെന്നും ആരെങ്കിലും പുതിയ ഫത്വ ഇറക്കിയിട്ടുണ്ടോ എന്ന് ജലീലിന്റെ ആക്ഷേപഹാസ്യത്തിലൂടെ ജലീൽ പുറത്തു കാണിക്കുന്നത് ജലീലിന്റെ ഏറ്റവും കുറഞ്ഞ വീര്യത്തെയാണ്. ജലീൽ മുസ്ലിം ലീഗിനെ പരിഹസിച്ചു പറഞ്ഞതാണെങ്കിലും ജലീൽ ഉൾപ്പെടുന്ന ഇസ്ലാമിൽ മദ്യത്തിന് ഒരു നിയമമേ ഉള്ളൂ. ജലീൽ ലീഗിനെ ഒരു മതസംഘടനയായി കാണുന്നുണ്ടെങ്കിൽ അത് ജലീലിന്റെ അറിവില്ലായ്മ മാത്രമാണ്. ലീഗിനെ ഒരു രാഷ്ട്രീയ സംഘടന എന്നതിനപ്പുറം ഒരു മതപരിവേഷവും മുസ്ലിമിലെ ഒരു വിഭാഗവും അതിന് നൽകുന്നില്ല. ലീഗിന് മദ്യം വിൽക്കാം, വിൽക്കാതിരിക്കാം. ആ നയം വ്യക്തമാക്കേണ്ടത് ലീഗ് എന്ന പാർട്ടിയാണ്.